അപ്പം ഇന്ന് എൻ്റെ രാവിലത്തെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ജംബോ ഫലൂഡയാണ്. നമുക്ക് 2 തരത്തിൽ ഫലൂഡ ഉണ്ട്, മിനി ഉണ്ട്, ജംബോ ഉണ്ട്. അപ്പോൾ ഇത് ഓൺലൈനിൽ വന്നൊരു ഓർഡറാണ്. ഇതൊരു കൊടുങ്ങല്ലൂരിൽ നിന്നൊരു കസ്റ്റമറിൻ്റെ ഒന്നാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടില്ല ജംബോ ഫലൂഡയാണ് ആവശ്യം. അപ്പോൾ ചോക്കോസ് ഇട്ട് നമ്മൾ അതിനകത്ത് ആദ്യമേ നമ്മൾ കുറേ സംഭവങ്ങൾ ഇടും, സേമിയ, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം അതൊക്കെ നമുക്ക് കൂടുതലെല്ലാം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ചോക്കോസ് ഇട്ട് അടുത്തത് നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഇടും. ചിലവരൊക്കെ നമുക്ക് അതിനകത്ത് അവർ ചെയ്തോട്ടെ ഇന്ന സംഭവങ്ങളൊന്നും ഇട്ടുണ്ടെന്നാലും ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെല്ലാത്തും കാരണം അതിനനുസരിച്ച് ഓൺലൈൻ സംഭവമുണ്ട്, അതിനനുസരിച്ച് റേറ്റിനനുസരിച്ചെല്ലാം അഡ്വാൻസ് നമ്മൾ ഇടേണ്ടതാണ്. പിന്നെ റോസ് വാട്ടർ നമ്മൾ അമൂലിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ വാനില ഐസ്ക്രീം, കാരണം അവർ വാനില ഫലൂഡയാണ് ചോദിച്ചത്. അപ്പം അടുത്തതിന് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കും. അത് നമുക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ചിലവർക്ക് ചോക്ലേറ്റിനോട് ഉണ്ടാവും. ചിലർ പറയും സിറപ്പുകളൊന്നും ഇടണ്ട, കാരണം ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ സിറപ്പ് ഇടണം. പിന്നെ നട്ട്സ്, അത് കഴിഞ്ഞ് ഒരു ചെറി, ഇതൊക്കെ നമ്മൾ ഡെഡിക്കേഷനാണ്, ഡെക്കറേഷനാണ്. അതൊക്കെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇടാം. നമ്മൾ പിന്നെ ഓൺലൈൻ ഓർഡർ ആയതുകൊണ്ട് അത് നമ്മളനുസരിച്ച് എല്ലാം ചെയ്തെടുക്കണം. സ്റ്റിക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റിക്കിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടിയാണ് ഒഴിച്ചു കൊടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാക്കിംഗ് ആണ്. പാക്കിങ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം, കാരണം ദൂരേക്കാണ് ഡെലിവറി പോണത്, കൂടുതലും ലോങ്ങാണ് കൂടുതൽ വരാറുള്ളത്. അപ്പം അതനുസരിച്ച് പാക്കിങ് നമ്മുടെ ഡെലിവറി ആൾക്കാർ വന്നു കഴിഞ്ഞ്, അപ്പം സൊമാറ്റോ വന്നേക്കണം. അപ്പം പയ്യൻ വന്ന് അപ്പം അവനുള്ള സാധനങ്ങൾ റെഡിയായി. അപ്പം അവരൊരു പിസയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പിസയും കൂടി ശരിയാക്കണം. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പം രാവിലെ തന്നെ കിട്ടിയ ജോലി നല്ല അടിപൊളി ജോലിയാണ്. പിസ റെഡിയായി. അപ്പം അമൂലിൻ്റെ പിസ തന്നെയാണ്. അപ്പം അയാൾക്കും പിസയും ജംബോ ഫലൂഡയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാത്തിനും നന്ദി. അപ്പം നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് താങ്ക് യു.